ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പണ്ടത്തെ കഴിഞ്ഞ വീഡിയോത്തെ പോലെ തന്നെ ചാലഞ്ച് വീഡിയോ ആണ്. പിന്നെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ വേഗം പോയിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക. അതെ, സപ്പോർട്ട് ചെയ്യണം. മേക്കപ്പ് വിഷയമാണ്. കണ്ടവർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും. കമന്റ് എല്ലാവരും ചെയ്യാതില്. ഇനി എന്തെങ്കിലും ചാലഞ്ച് വീഡിയോസോ അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റിൽ പറയും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു ഇസ് ദ ഫാസ്റ്റസ്റ്റ് നമ്മളൊരു ചലഞ്ച് വീഡിയോ ആണ്. പിന്നെ നമ്മുടെ റോണോ ഇന്ന് ബാക്കിലാണ് ക്യാമറമാൻ നമ്മുടെ ആസ് യൂഷ്വൽ ജസ്ന പുത്തമ്പുരയ്ക്കൽ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ റോണോ ചില സാങ്കേതിക തകരാറുകൾ കാരണം ഇന്ന് നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നില്ല. പക്ഷെ അടുത്ത വീഡിയോയിൽ അവള് എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ റോണോ ആണ് ഇന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻസും പിന്നെ ഈ ഗെയിമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ന് റോണോ ആണ്. അപ്പോൾ റോണോ പറ, എന്താണ് ഇന്നത്തെ ഗെയിം, എന്താണ് റൂൾസ്, ഇൻസ്ട്രക്ഷൻസ്? അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു 10 ക്വസ്റ്റ്യൻസ് ചോദിക്കും. രണ്ടുപേർക്കും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു സമയത്ത് ചോദിക്കുക. അതിനകത്ത് ഇവർ ആരാണോ പെട്ടെന്ന് ആൻസർ പറയുന്നത് അവർക്കാണ് പോയിന്റ് കിട്ടുക. അല്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ടാൽക്കം പൗഡർ. ഇപ്പോൾ ഗൗരിയാണ് ആൻസർ പറയുന്നതെന്നുണ്ടെങ്കിൽ ഗൗരിക്ക് നന്ദുവിൻ്റെ പുറത്ത് പൗഡർ എടുത്തേക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, രണ്ടുപേരും റെഡി അല്ലേ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 5 ഫ്രൂട്ട്സിന്റെ നെയിം സ്റ്റാർട്ടിങ് വിത്ത് എ. ആപ്പിൾ, അവക്കാഡോ. കേട്ട് പറയുന്നില്ല. ഒരാള് പറഞ്ഞത് വേറൊരാള് പറയാൻ പാടില്ല. ആപ്പിൾ രണ്ടുപേരും വെച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല. ആപ്പിൾ ഒരു കോമൺ ഫ്രൂട്ട് ആണ്. അവകാഡോ ഫസ്റ്റ് നന്ദു പറഞ്ഞു, അതുകൊണ്ട് നിന്റെ അവകാഡോ കട്ട് ചെയ്തു. അത്തിപ്പഴവും ഓക്കെ 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 ഓക്കെ. പിന്നെന്താ അമ്പഴങ്ങ. എടി എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. വേറെന്തീ പറ നന്ദു. 4 നന്ദു. നന്ദു 4 എവള് 3 ആയുള്ളൂ. ആലിപ്പഴം വേറെ, ആലിപ്പഴം ഫ്രൂട്ട്സ്. എടി ഇവർക്ക് എന്താടി ഫ്രൂട്ട്സ് അറിയില്ലേ? ഫ്രൂട്ട്സ് അല്ലേടി. ഡ്രൈ ഫ്രൂട്ട് വേണേലും പറയാട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഒക്കെയും പറയാം. നട്ട്സ് ഒക്കെയും സ്റ്റാർട്ട് ചെയ്യണ്ടേ? അങ്ങനെ പറഞ്ഞാൽ മതി. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഒരു ഫ്രൂട്ടിനകത്തുള്ള സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാലും കുഴപ്പമില്ല. നന്ദു 4, ഗൗരി എത്ര? 3. 3 പറ ഒന്നും കൂടെ. ആപ്പിള്, അവക്കാഡോ, അത്തിപ്പഴം. ആപ്പിച്ചക്ക. ഒരെണ്ണം കൂടെ. പിന്നെന്താണ് ഞാൻ പഠിച്ചേ? പഠിച്ചിട്ടുള്ളൂ. അത്ര മതി, എന്നെ കിട്ടി അത്രയും ഉള്ളൂ. ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. കിട്ടും. നന്ദു ചോദിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ 5 ഡെസേർട്ടിന്റെ പേര്. ബട്ടർസ്കോച്ച്, സ്ട്രോബെറി, ഡെസേർട്ടാ? സോറി, കേക്ക്, കേക്ക്, ഐസ്ക്രീം. പറയടി, അവര് 2 ആയിട്ടുള്ളൂ. ഷേഫർ. നന്ദു കിട്ടും. ഷേക്ക് കൂട്ടും. ഡെസേർട്ട് ആണ് പറഞ്ഞ. ഡെസേർട്ട് പായസം. പായസം, ഡെസേർട്ട്, ഐസ്ക്രീം. പായസം ഡെസേർട്ടാ? മൂന്നും 2 ആയിട്ടുള്ളത്. പറ, ആലോചിച്ചറ. ഇല്ല ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. 4ആയി. ഗൗരി 4 ആയേ. ഷേക്കൂടെ കൂട്ടിയോ? 5 ഗൗരി ചേച്ച. ഗുലാബ് ജാമുൻ ഉണ്ട്, ജിലേബി ഉണ്ട്, ലഡു ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ മമ്മൂക്കയുടെ 5 സിനിമ. ഭാസ്കർ ദി റാസ്കൽ,
എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. മമ്മൂക്കയുടെ സിനിമ അല്ലല്ല നന്ദു പറഞ്ഞു പറഞ്ഞോളൂ. പിന്നെ നേരറിയാൻ നേരറിയാൻ പിന്നെ നന്ദു 2 ഗൗരി മധുരരാജ പോക്കിരി രാജ 4 രാജ രാജമാണിക്യം. ഗൗരി സ്ഥലം ഇല്ലാണ്ട് വരട്ടോ സ്ഥലം കൊത്ത്. കുഴപ്പമില്ല, ഇന്നത്തെ ബാക്കി ഞാൻ അടുത്തതാണ് ഒരു കുറച്ച് ആരൊക്കെയാണ് നല്ലപോലെ നഴ്സറി ഒക്കെ പഠിച്ചിട്ടുള്ളത് നോക്കാം. LKG ചെയ്യാലും മതി കേട്ടോ. 5 റൈംസ്. ഗൗരി നാലായതുള്ളൂ. അതൊക്കെ ഉണ്ടായപ്പോ പാട്ടാണ്. ചിക്കു ചിക്കു അത് പാടേ. വാട്ടർമേലൻ വാട്ടർമേലൻ പപ്പായ പപ്പായ ഫ്രൂട്ട്സ് അല്ല അതിന്റെ ബാക്കി ഫ്രൂട്ട്സ് എന്താണ് ഞാൻ പാടി? മതി ഗൗരി ട്രെയിൻ ട്രെയിൻ ഗോ അവേ. പിന്നെ പിന്നെ ജോണി ജോണീസ് പപ്പ പറഞ്ഞില്ലേ. പിന്നെ മറ്റേ പിസിക്കറ്റ് ഉണ്ട്, അതുണ്ട്. പിന്നെ ഒരു സിൻഡ്രലയുടെ ഒരു പാട്ടുണ്ടല്ലോ. ഇങ്ങനെ പറയല്ലേ, ഹിന്റ് കൊടുക്കല്ലേ അവക്ക്. അവക്കതൊന്നും അറിയത്തില്ലടി. ഇവിടെ LKG പോയില്ലെങ്കിൽ അതറിയാം. നിന്റെ യൂട്യൂബ് ചാനൽ ഞാൻ മറ്റേതെടുത്തിട്ടുള്ളൂ. വേണോ? എടി 4 പറഞ്ഞില്ലേ ഞാൻ 4 പറഞ്ഞു. ഒന്ന് പറഞ്ഞാൽ മതി. അടിയാവല്ലോ. ഒറ്റ ഒരു ക്ലൂ ആണോ? ക്ലൂ കാക്കൊക്കെ പറഞ്ഞു. മറ്റേതുണ്ടല്ലോ ഡി, മറ്റേ ഒരു വാളിലിരിക്കുന്നൊക്കെ പറഞ്ഞതറിയോ? ഡാഷ് ഡാഷ് സാറ്റോണെ. അത് പിസിക്കറ്റ് അതല്ല, ഹംറ്റി ഡംറ്റി. ഹംറ്റി ഡംറ്റി അറിയാം. അതിന്റെ ആദ്യം അതൊന്നും LKG നമ്മളെ പഠിപ്പിക്കില്ല. ABCDEFG. അടുത്തത് എന്റെ ഒരു നിഗമനത്തിന് നന്ദു ജയിക്കും എന്നാണ് ഈ ഒരു ഇതില്. 5 കാറിന്റെ പേര്. ടൊയോട്ട പറയാൻ പറ്റത്തില്ല. ടൊയോട്ട കമ്പനിയാ. അതിന്റെ വണ്ടിയുടെ പേര് പറയണം. അതെ, അടുത്തതിനെ കുറിച്ച് എനിക്ക് വലിയ ഇതില്ലേ. രണ്ടുപേരും പറയാമെന്തോ. 5 ബോളിവുഡ് ആക്ടേഴ്സ്. ആക്ടറാണോ? ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ, അമിതാഭ് ബച്ചൻ ഞാൻ പറഞ്ഞ അമിതാഭ് ബച്ചൻ, രൺബീർ കപൂർ, ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, സൽമാൻ ഖാൻ, രൺബീർ കപൂർ. രൺബീർ കപൂർ പറഞ്ഞെങ്കിൽ രൺബീർ സിംഗ്. അവിടത്തേക്കല്ലേ, അതറിയാൻ പറ്റത്തില്ല. പുതുതായിട്ട് എവിടെ ഇനി സ്ഥലം എവിടെ ഉണ്ടെന്ന് നോക്കട്ടെ. അടുത്ത 5 ഫോണിന്റെ ബ്രാൻഡ്. സാംസങ്, വിവോ, സാംസങ്, ഐഫോൺ, പോക്കോ. ഐഫോൺ ഒരു ബ്രാൻഡ് അല്ല, ആപ്പിൾ ആണ് ബ്രാൻഡ്. ഐഫോൺ പറയാലോ, പറയാൻ പറ്റത്തില്ല. ഇതെനിക്ക് തന്നെ പറ്റത്തുള്ളൂ. കറക്റ്റ് ആയിട്ട് പറഞ്ഞ നന്ദു ആണ്. ഗൗരിയുടെ അനാസ്ഥ കാരണം. അതെ, അനാസ്ഥ. അടുത്തത് 5 പൊളിറ്റീഷ്യൻസിന്റെ നെയിം. പിണറായി വിജയൻ, നരേന്ദ്രമോദി, ഉമ്മൻചാണ്ടി, അച്യുതാനന്ദൻ, അത് പിന്നെ എബി വാജ്പേയി. ഇല്ല, അച്യുതാനന്ദനെ മാറ്റി പറ. അത് ഗൗരി പറഞ്ഞാ നീ പറഞ്ഞു. എബി വാജ്പേയി മാറി മറ്റേ ഓക്കെ. നമ്മളെല്ലാം കേന്ദ്രത്തിലാണ്. ഉമ്മൻചാണ്ടി നീ എടുത്തോ? പിണറായി വിജയൻ നീ എടുത്തോ? വേറെ 5 സിംഗേഴ്സിന്റെ പേര് പെട്ടെന്ന് പറഞ്ഞാൽ ഏതായാലും സിത്താര, ബിന്ദു പ്രതാപ്,
യേശുദാസ് വേണ്ട MG ശ്രീകുമാർ എന്റെ പൗഡർ ഉണ്ടോ പൗഡർ ഇല്ല മുഖത്ത് വെച്ചോ എനിക്കുള്ളതാടി എന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞു. അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ ഞങ്ങൾ അടങ്ങി ഇപ്പൊ ഈ ഒരു എന്താണ് ഇതിലാ നിക്കുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോ വമ്പിച്ച ഭൂരിപക്ഷം ഗൗരി നമുക്ക് ഇതിൽ നിർത്താം, അതാ ഉണ്ടാവുക. അങ്ങനെ ഈ ഒരു ചലഞ്ചില് നന്ദു വിൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഗൗരി ഇതൊരു ഫ്രണ്ട്ലി മാച്ച് ആയിട്ട് നമ്മൾ എടുത്ത് ഗൗരി നന്ദുവിന് ഗിഫ്റ്റ് കൊടുക്കുവാണ്, കിരീടം വെച്ച് കൊടുക്കുവാണ്. പക്ഷെ അടുത്ത ഗെയിമിൽ ഞാൻ തിരിച്ചു ഇത് ഞാൻ തരത്തില്ല. പക്ഷെ കണ്ടോ കിരീടം ഗൈസ്. അപ്പൊ ഇതേപോലത്തെ ഫൺ വീഡിയോസ് ഒക്കെ ഇനിയും വരും, ഇതേപോലത്തെ ചാലഞ്ച് വീഡിയോസ് ഇതുപോലത്തെ. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട്. പിന്നെ പക്ഷെ ഞാൻ കുറച്ച് പറഞ്ഞു UPSC ആണ് എഴുതുന്നേ. അതിന്റെ അതാ. പിന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ വന്നില്ല. പക്ഷെ ബുദ്ധിപരമായി കളിച്ചു ഗൈസ്. പക്ഷെ ഇതേപോലത്തെ ഇനി വല്ല വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ പറയണം. പിന്നെ റോണോക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. നല്ല വമ്പിച്ച തോൽവിയായിരുന്നു ഗൗരിയുടേത്, വമ്പിച്ച് ചെയ്യായിരുന്നു നന്ദുവിൻ്റെതും. എന്താണ് പറയാനുള്ളത്? എല്ലാം സെറ്റ്. അതാ. അപ്പൊ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ.